ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുഗ്രഹ പ്രാർത്ഥന ബെൻഡിറ്റ് പ്രെയർ 11-ാം ദിനം ഇന്ന് ഈ രാത്രിയിൽ മക്കളെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി അനുഗ്രഹിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 9-ാം വചനം. അവിടെ ജോസഫ് കാണുന്ന സ്വപ്നത്തെക്കുറിച്ചാണ് വചനം നമ്മെ പഠിപ്പിക്കുക. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും ജോസഫിനെ താണു വണങ്ങുന്നതിനെ കുറിച്ച്, ഒരു സ്വപ്നത്തെക്കുറിച്ച് അവിടെ കാണുന്നുണ്ട്. അനുഗ്രഹത്തിൻ്റെ വചനമാണ്. ഇവിടെ നമ്മുടെ മക്കൾ എല്ലാറ്റിലും കറയറ്റ ജീവിതം നയിച്ച് എല്ലാവരുടെയും മുമ്പിൽ പ്രീതികരമായ ഒരു ജീവിതം നയിക്കുവാനും ബഹുമാന്യരാകുവാൻ വേണ്ടി പ്രത്യേകമായ വിധം നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി 37-ാം അധ്യായം 9-ാം വാക്യം. ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി. അവൻ പറഞ്ഞു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങി. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ ഭാവിയെക്കുറിച്ച് നല്ല സ്വപ്നങ്ങൾ കാണട്ടെ. എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവരായി കൃപയോടുള്ള മക്കളായി തീരുവാനും അവരായിരിക്കുന്ന സ്ഥലത്ത് വിജയം കരസ്ഥമാക്കുവാനും അധ്വാനഫലം അനുഭവിക്കുവാനും ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയോടുള്ള പ്രതിഷ്ഠാ ജപം ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ. അങ്ങനെ ഇന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.